വളരെ തെറ്റായ ചാർജിങ് രീതികളാണ് നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ബാറ്ററിയൊക്കെ പെട്ടെന്ന് കേടാകുന്നതിൻ്റെ പ്രധാന കാരണം. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് രീതികളൊക്കെ നമുക്കൊന്ന് അടിമുടി മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയുടെ ലൈഫ് ദീർഘിപ്പിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച അതേ വർഷം തന്നെ എൻ്റെ ഒപ്പം വാങ്ങിച്ച പലരുടെയും സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അവർ ബാറ്ററി റീപ്ലേസ് ചെയ്യുകയും ആ ബാറ്ററിക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ബാറ്ററിയുടെ പെർഫോമൻസ് ഒന്നും ലഭിക്കാതെ വരികയൊക്കെ ചെയ്തതായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും തന്നെ ഇല്ലാതെ ബാറ്ററിയുടെ ലൈഫ് ദീർഘകാലത്തേക്ക് എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട ചില സെറ്റിങ്സുകളൊക്കെ നമുക്ക് ഓണാക്കി വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണ് ചാർജ് ചെയ്യേണ്ട ചില രീതികളുമൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി കേടുകൂടാണ്ട് ദീർഘകാലം ഉപയോഗിക്കുന്നതിനായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ഒരുപാട് നാളത്തേക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണിലെ ബാറ്ററിയുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ദീർഘകാലം നിലനിൽക്കുന്നതിനായിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ട ചില സെറ്റിങ്സുകൾ നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്. അത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ബാറ്ററി എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ ബാറ്ററി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി പുതിയൊരു വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ചെറിയ അക്ഷരത്തിൽ 3 റെക്കമെൻഡഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് സെലക്ട് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഹെഡ്ലൈന് താഴെയായിട്ട് ടേൺ ഓൺ പവർ ഡ്രൈനിങ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ കുറേ ആപ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 3 ആപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് 3 കൂടുതലോ ആപ്സുകൾ ഇവിടെ വരാവുന്നതാണ്. നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ 3 ആപ്പുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ആപ്പുകളുടെ എല്ലാം തൊട്ടടുത്തായിട്ട് ഈ ആപ്പുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ കോളത്തിലൊന്ന് ടിക്ക് ചെയ്തതോടുകൂടി ആ 3 ആപ്സ് ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സേവ് പവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ആ 3 ആപ്സും നമ്മുടെ ഫോണിൽ നിന്ന് ബാറ്ററി അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോൺ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും ബാറ്ററി ചാർജ് നമുക്ക് ലാഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കൂടുന്നതാണ്. അധികമായിട്ട് ബാറ്ററി ചാർജ് വലിക്കുന്നത് നമ്മുടെ ഫോണിലെ ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മളെല്ലാവരും നമ്മുടെ ഫോണിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ ആപ്സുകളും അധികമായിട്ട് ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാവുന്നതാണ്. അത് നമ്മുടെ ഫോണിലെ എത്ര ശതമാനം ബാറ്ററി ചാർജ് നിലവിലുണ്ടെന്ന് കാണിച്ചു തരുന്നതാണ്. അതിനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 78% ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് എത്ര മണിക്കൂർ നമുക്ക് ഈ ബാറ്ററി ചാർജ് ഉപയോഗിക്കാൻ കഴിയും, അപ്പോൾ എത്ര ബാക്കിയുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തൊട്ട് താഴ്ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ള ഓപ്ഷനാണ് പവർ സേവിങ് മോഡ്. ഈ പവർ സേവിങ് മോഡ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് പവർ സേവിങ് മോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഓണാക്കി കൊടുക്കേണ്ടതാണ്. തൊട്ടു താഴെയായി കാണുന്ന പവർ ഓഫ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാനിത് ഓൾറെഡി ഓണാക്കിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിൽ 90% ബാറ്ററി ചാർജ് നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ ചാർജ് കട്ടാകുന്നതാണ്. അപ്പോൾ നമുക്കത് ആ ഓരോ ഓപ്ഷനും നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നമ്മളത് ഓണാക്കി ഇടേണ്ടതാണ്. അതിനും തൊട്ടു താഴെയായിട്ട് ടേൺ ഓൺ അറ്റ് സ്പെസിഫൈഡ് ബാറ്ററി ലെവൽ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്.
ഏറ്റവും കുറഞ്ഞ ഒരു ബാറ്ററി ചാർജ് എന്തോരം ആകുമ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതെന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 15% ബാറ്ററി ചാർജ് കുറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 15% ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഡിഫോൾട്ട് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു സ്ക്രീനിൽ വരുമ്പോൾ റെഡ്യൂസ് സ്ക്രീൻ ബ്രൈറ്റ്നസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കി ഇടേണ്ടതാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ട് ബാറ്ററി ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഓപ്ഷനൊക്കെ നമ്മൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷനുകളാണ് നമ്മളിവിടെ ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ആക്കി ഇടുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് അധികം വലിക്കാണ്ട് അവിടെയും റെഡ്യൂസ് ആകുന്നതാണ്. ഞാൻ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. തൊട്ട് താഴെയായിട്ടുള്ളത് ചേഞ്ച് ഓട്ടോ സ്ക്രീൻ ഓഫ് ടൈം ടു 15 സെക്കൻഡ് എന്നുള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് 15% ആകുമ്പം നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ കട്ട് ഓഫ് ആകുന്നതാണ്. അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഡിസേബിൾ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്നുള്ളതാണ്. ആ ഒരു ഓപ്ഷനും എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ഓപ്ഷനും കൂടി ആക്ടിവേറ്റ് ആക്കി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ 15% ബാറ്ററി ചാർജ് ആകുമ്പോൾ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്പുകളും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ലാഭിക്കുക മാത്രമല്ല ബാറ്ററിയുടെ ലൈഫ് നിലനിർത്താനും ഈ ഒരു സെറ്റിങ്സൊക്കെ നമ്മൾ ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് പുറകോട്ട് വരാം. അപ്പോൾ നമ്മൾ പഴയ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് സൂപ്പർ പവർ സേവിങ് മോഡ് എന്നുള്ളതാണ്. നമുക്ക് 15% താഴോട്ട് നമ്മുടെ ബാറ്ററി ചാർജ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പവർ സേവിങ് മോഡ് ഓൺ ആക്കണോ വേണ്ടയോ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതാണ്. അത് നമ്മൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ സൂപ്പർ പവർ സേവിങ് മോഡിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആപ്പുകൾ മാത്രമേ പിന്നെ വർക്ക് ചെയ്യുള്ളൂ. മറ്റുള്ള ആപ്പുകളെല്ലാം കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് തീരെ ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് സൂപ്പർ പവർ സേവിങ് മോഡ് ഓൺ ആക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് പെട്ടെന്നൊന്ന് ചാർജ് ചെയ്യാൻ മാർഗ്ഗമില്ല, നമ്മൾ ഇച്ചിരി ഉൾപ്രദേശത്തൊക്കെയാണ് ബന്ധപ്പെട്ട് പോയെങ്കിൽ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാനുള്ള സാഹചര്യവുമില്ലെങ്കിൽ നമുക്ക് സൂപ്പർ പവർ സേവിങ് മോഡ് ഓൺ ആക്കാവുന്നതാണ്. അത് ഇച്ചിരി നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഏതൊക്കെ ആപ്പുകളാണ് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹൈ പെർഫോമൻസ് മോഡ് എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹൈ പെർഫോമൻസ് മോഡിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഒരുപാട് ബാറ്ററി ചാർജ് നമ്മുടെ ഫോണിൽ നിന്ന് വലിക്കുന്നതാണ്. കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി നമ്മുടെ ഫോണ് വർക്ക് ചെയ്യും. പക്ഷേ എന്നൊരു കാര്യമാണ്, നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് അധികമായിട്ട് വലിക്കുകയും പെട്ടെന്ന് തീരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഡിസേബിൾ ആക്കിയിട്ടിരിക്കുകയാണ്. അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഓപ്ഷനാണ് ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളുടെയും ഒരു ലിസ്റ്റ് നമുക്ക് ഈ ഒരു ലിസ്റ്റ് നമുക്കിവിടെ വരുന്നതാണ്. ആ ആപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഓട്ടോ ഒപ്റ്റിമൈസ്, ഡോണ്ട് ഒപ്റ്റിമൈസ്, ഓൾവേസ് ആസ്ക് എന്നീ 3 ഓപ്ഷനുകൾ നമുക്കിവിടെ വരുന്നതാണ് ഈ പോപ്പപ്പ് വിൻഡോയിൽ. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഈ ആപ്പ് ബാറ്ററി ചാർജ് അധികം വലിക്കാണ്ട് ഒപ്റ്റിമൈസ് ആകുന്നതാണ്. അതോടുകൂടി ആ ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയില്ല. ആ ആപ്പിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതുമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളുടെ പ്രവർത്തനം ഇങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതിനുള്ള പവർ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുകയില്ല ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നതോടുകൂടി. ഡോണ്ട് ഒപ്റ്റിമൈസ് എന്നുള്ളത് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓൾവേസ് ആസ്ക് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ബാറ്ററി ചാർജ് ഉപയോഗിച്ച് ഈ ആപ്പിനെ പ്രവർത്തിക്കാനുള്ള അനുമതി നമ്മൾ കൊടുക്കുന്നതാണ്. ഇവിടെ ഞാൻ ഓൾവേസ് ആസ്ക് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആപ്പുകൾക്കും ഓൾവേസ് ആസ്ക് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആപ്പുകൾക്കെല്ലാം ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഉപയോഗിച്ച് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ബാറ്ററി പവറിൻ്റെ കാര്യത്തിൽ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ പുറത്ത് വരികയാണ്. അതിന് ആ ഒരു ഓപ്ഷന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ്.
നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ ഫോൺ ചാർജ് ചെയ്തിടുമ്പം നമുക്ക് അത് ഓഫാക്കിയിടാനോ അല്ലെങ്കിൽ ആ ചാർജിങ് ഓരിയിടാനോ ഒന്നും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ ഓണാക്കി ഇടുകയാണെങ്കിൽ 90% ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം ചാർജിങ് കട്ട് ഓഫ് ആകുന്നതാണ്. അപ്പോൾ അതാണ് സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാലുള്ള ഗുണം. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒപ്റ്റിമൈസ്ഡ് നൈറ്റ് ചാർജിങ് ഈ ഒരു ഓപ്ഷൻ കൂടെ ആക്ടിവേറ്റ് ആക്കി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് പകലാണോ രാത്രിയിലാണോ എന്ന് ഫോൺ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. രാത്രിയിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 90% ചാർജ് ആയി കഴിഞ്ഞാൽ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് പവർ കട്ട് ഓഫ് ആക്കുന്നതാണ്. അതിനുള്ള ആ ഓപ്ഷനാണ് ഒപ്റ്റിമൈസ് നൈറ്റ് ചാർജിങ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷനും ഇവിടെ എനേബിൾ ആക്കി ഇടേണ്ടതാണ്. ഞാനിവിടെ 2 ഓപ്ഷനും എനേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് ബാക്കി വരാം. പിന്നെ ഉള്ളത് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഗ്രാഫ് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ചാർജിൻ്റെ ഉപയോഗം, എത്ര ശതമാനം ചാർജ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതെല്ലാം ഈ ഒരു ആപ്പുകളുടെ ലിസ്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് എത്ര ശതമാനമാണ് ഓരോ ആപ്പുകളും ചാർജ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിൽ നിന്ന് ചാർജ് വലിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ അതിൻ്റെ ലിസ്റ്റ് കാണാവുന്നതാണ്. ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആപ്പുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ 40% താഴെ ബാറ്ററി ചാർജ് ആകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യേണ്ടതാണ്. 80 മുകളിലേക്ക് ചാർജ് ചെയ്യാനും പാടില്ല. ഏകദേശം 40-നും 80-നും ഇടയിലായിട്ട് വേണം നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് നിലനിർത്തേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക. അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് 1 മാസമോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പൂർണ്ണമായും ഉപയോഗിച്ച് തീർന്ന് ഫോണിനെ സ്വിച്ച് ഓഫ് ആകാൻ അനുവദിക്കേണ്ടതാണ്. അതിനുശേഷം ഫോൺ ആദ്യം തൊട്ട് ചാർജ് ചെയ്ത് ഫോണിനെ റീസ്റ്റാർട്ട് ആക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നിലനിൽക്കുകയും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ലൈഫ് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ.